പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ സാഹചര്യം വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. വോട്ടെണ്ണൽ കഴിഞ്ഞ ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ബിജെപിയുടെ തകർപ്പൻ വിജയത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവായിരുന്ന സുവേന്ദു അധികാരിയുടെ വിശ്വസ്ത സഹായി വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. മധ്യഗ്രാമിൽ വച്ച് നടന്ന ഈ കൊലപാതകം സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. കൊല്ലപ്പെട്ടത് സുവേന്ദു അധികാരിയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റായ ചന്ദ്രനാഥ് രഥാണ്. മുൻ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു 41 വയസ്സുകാരനായ ഇദ്ദേഹം. കഴിഞ്ഞ ദിവസം രാത്രി കൊൽക്കത്തയിൽ നിന്ന് മടങ്ങുന്നതിനിടെ മധ്യഗ്രാമിലെ ജസ്ലോർ റോഡിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ ആക്രമികൾ ചന്ദ്രനാഥ് സഞ്ചരിച്ച സ്കോർപിയോ കാർ തടഞ്ഞു നിർത്തുകയും ജനലിലൂടെ വെടിയുതിർക്കുകയുമായിരുന്നു. ഹൃദയത്തിൽ വെടിയേറ്റ അദ്ദേഹം ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് മരണപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ സംഭവത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ചരിത്ര വിജയം നേടിയതിന് തൊട്ടു പിന്നാലെയാണത്. 294 അംഗ നിയമസഭയിൽ 207 സീറ്റുകൾ നേടി ബിജെപി അധികാരം പിടിച്ചടക്കി. സുവേന്ദു അധികാരി ഭവാനിപൂരിൽ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് 80 സീറ്റുകളിലേക്ക് ചുരുങ്ങി. ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. തന്റെ ഏറ്റവും വിശ്വസ്തനായ സഹായിയുടെ മരണം സുവേന്ദു അധികാരിയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്നും 3-4 ദിവസമായി ചന്ദ്രനാഥിനെ അക്രമികൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമില്ലെന്നും CBI അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രവർത്തകർ ആത്മസംയമനം പാലിക്കണമെന്നും നിയമം കയ്യിലെടുക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് ഈ ആരോപണങ്ങളെ തള്ളിക്കളയുന്നു. തങ്ങളുടെ 3 പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും ബിജെപി അധികാരത്തിൽ വന്നതിനു ശേഷം അക്രമങ്ങൾ അഴിച്ചുവിടുകയാണെന്നും തൃണമൂൽ നേതാക്കൾ ആരോപിക്കുന്നു. ചന്ദ്രനാഥിന്റെ കൊലപാതകത്തെ അപലപിച്ച തൃണമൂൽ കുറ്റവാളികളെ കണ്ടെത്താൻ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ രാഷ്ട്രീയം എക്കാലത്തും ചോര പുരണ്ടതാണ്. എന്നാൽ ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇത്രയും ഉയർന്ന തരത്തിലുള്ള ഒരു വ്യക്തി കൊല്ലപ്പെടുന്നത് ഗൗരവകരമാണ്. സംസ്ഥാനത്ത് നിലവിൽ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. ബിജെപി ഭരിക്കാനൊരുങ്ങുന്ന പുതിയ ബംഗാളിൽ ഈ അക്രമ രാഷ്ട്രീയം അവസാനിക്കുമോ അതോ കൂടുതൽ കരുത്തോടെ തുടരുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം.